ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ IO എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷനൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. മെയ് 2 ലാസ്റ്റ് ഡേറ്റ്. നമ്മളതിനെക്കുറിച്ചൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിൻസിയറായിട്ട് ഇത് ക്രാക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മൾ എവിടെ കോച്ചിങ് നമ്മൾ എവിടെ പോയി ജോയിൻ ചെയ്യുന്നുള്ളത് അല്ലേ? എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏതൊരു എക്സാമിനേഷൻ, ഇപ്പം ഞാനൊക്കെ ബിടെക് കഴിഞ്ഞ സമയത്ത് എവിടെയാണ് കോച്ചിങ്ങിന് RRBക്ക് വേണ്ടി എവിടെ കോച്ചിങ്ങിന് പോകുന്നൊക്കെ ആലോചിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗേറ്റ് കോച്ചിങ്ങിന് എവിടെ പോകണം. അപ്പോൾ അതൊരു എന്താ പറയുക, അത് ക്രിട്ടിക്കൽ ഡിസിഷൻ ആണല്ലേ. നമ്മൾ ജോയിൻ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, എന്തുകൊണ്ട് IO കോച്ചിങ്ങിന് നിങ്ങൾ എൻട്രി ചൂസ് ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ജോയിൻ ചെയ്യാവൂ. ഞാൻ ഈ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം. അതായത് എന്തുകൊണ്ടാണ് IO കോച്ചിങ്ങിന് നിങ്ങൾ എൻട്രി ചൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എൻട്രി ആപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എൻട്രി ആപ്പ് കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് കേരള PSCയിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ടെക്നിക്കൽ എക്സാമിൻ്റെ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ഒരു 5 വർഷത്തോളമേ ആയിട്ടുള്ളൂ. നമ്മളൊരു 5 വർഷത്തോളമായി എന്ത് ചെയ്തിട്ടുണ്ട്, ടെക്നിക്കൽ എക്സാമിൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഏറ്റവും മികച്ച റിസൾട്ടാണ് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഏതൊക്കെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചസിനാണ് എൻട്രി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അവിടെയാണ് ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അതായത് എൻട്രി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ ബ്രാഞ്ചസിലും എന്ത് ചെയ്യുന്നുണ്ട്, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചസിലുള്ള ഏറ്റവും മികച്ച അധ്യാപകരുടെ ഒരു ലൈനപ്പ് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ 3rd റാങ്ക് ഒക്കെ വാങ്ങിയിട്ടുള്ള അരവിന്ദ് സാറ് നമുക്ക് ഫാക്കൽറ്റി ലൈനപ്പിലുണ്ട്. അതേപോലെ തന്നെ സിബിൻ സാറുണ്ട്, അതേപോലെ ഷാലിക് സാറുണ്ട്. അതേപോലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഒരു നിര തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസുകൾ മൾട്ടിപ്പിൾ ടൈംസ് ക്ലിയർ ചെയ്തിട്ടുള്ള അധ്യാപകരാണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് അധ്യാപകർ അവിടെയുണ്ട്. അതിനുശേഷം നമ്മൾ മെക്കാനിക്കലിലേക്ക് വരികയാണെങ്കിൽ, മെക്കാനിക്കലുള്ള റിയാസ് സാറൊക്കെ ഒരുപാട് എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള റിയാസ് സാറാണ്. അതേപോലെ സിവിലിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് എക്സാംസുകൾ ഓൾറെഡി സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നിട്ടുള്ള അമ്മു മിസ്സിൻ്റെ ക്ലാസ്സുകളുണ്ട്. സോ അങ്ങനെ നമ്മൾ ഓരോ ബ്രാഞ്ചസ് എടുക്കുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് മുന്നിലുള്ളത് ദ ബെസ്റ്റ് ലൈനപ്പ് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത്. ഇത് എല്ലാ ബ്രാഞ്ചസിലും ഇങ്ങനെ തന്നെയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. എല്ലാ ബ്രാഞ്ചും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും മികച്ച ഡിവിഷനുള്ള ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. സോ അതായത് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, IO കോച്ചിങ് ഏറ്റവും എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിലൊന്ന് എൻട്രി ആപ്പ് തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ, അതായത് റിസൾട്ടിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മോർ ദാൻ 500 സ്റ്റുഡൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നല്ലൊരു റിസൾട്ടിലൂടെ ജോബിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ 500 റിസൾട്ടിൽ പറയാമെന്നുണ്ടെങ്കിൽ 1ാം റാങ്ക്, അതായത് അരിത്മാറ്റിക് കം ഡ്രോയിങ് എക്സാമിനേഷനിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസം 1ാം റാങ്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അജാസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന്. അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഏറ്റവും മികച്ച ആദ്യ 10 റാങ്കിൽ 5ലധികം റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ 3rd റാങ്ക് വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിൽ ടോപ്പ് 5 വന്നിട്ടുണ്ട്. എന്ന് തുടങ്ങി ഒരുപാട് മികച്ച റാങ്കുകൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കഴിഞ്ഞ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇലക്ട്രിക്കലിൽ പറയുകയാണ്. ഇനിയിപ്പം സിവിലിൻ്റെ പറയുകയാണെങ്കിൽ സിവിലിലും ടോപ്പ് 10 ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ എക്സാമുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബ്രാഞ്ചസിലും മികച്ച റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഈ എൻട്രി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഓരോ ക്ലാസ്സുകളും ഏറ്റവും അധികം ക്വാളിറ്റിയുള്ള ക്ലാസ്സസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരിക്കലും ഒരു ലോ ക്വാളിറ്റി കണ്ടന്റ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏറ്റവും മികച്ച സ്റ്റുഡിയോ സൗകര്യങ്ങളിൽ വരുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസുകൾ കാണാൻ പറ്റും. അതേപോലെ മികച്ച ക്ലാസ്സസുകൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മികച്ച അധ്യാപകരുടെ മികച്ച ക്ലാസ്സസിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നുണ്ടാവുക. നമ്മുടെ ക്ലാസ്സുകളുടെ എൻട്രി ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, പല പ്ലാറ്റ്ഫോമുകൾ നോക്കുകയാണെങ്കിൽ ലൈവ് സെഷൻസ് മാത്രം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്.
ലൈവ് സെഷൻസുകൾ മാത്രം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അതേപോലെ തന്നെ റെക്കോർഡഡ് സെഷൻസ് മാത്രം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇത് രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതായത് ലൈവ് സെഷൻസ് മാത്രം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുന്ന സമയത്ത് അവിടുത്തെ ഒരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ആ ക്ലാസ്സിൽ ഇരുന്നാലേ നമുക്ക് കണ്ടന്റ് കിട്ടും, അതുകൊണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ആ ക്ലാസ്സിൽ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കും. അതേസമയം അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ലൈവ് മിസ്സായി കഴിഞ്ഞാൽ ആ ക്ലാസ് നഷ്ടപ്പെടും, നമുക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള സാധ്യത പോവാണ്. അതേപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ചൊക്കെ മടിയന്മാരായി പോകും. അതായത് നമ്മൾ റെക്കോർഡഡ് അവിടെ ഉണ്ടല്ലോ, പിന്നീട് കാണാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് പിന്നോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ. എന്നാൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതൊരു എന്താ പറയുക എക്സ്ട്രീം ഇമ്പാക്റ്റ് സൃഷ്ടിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ എൻട്രിയുടെ ഒരു റെവല്യൂഷനിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റഡി നോട്ട്സ് എന്ന് പറയുമ്പോൾ വളരെ വൈഡായിട്ടുള്ള എന്താ പറയുക ടെക്സ്റ്റ് ബുക്ക് രീതിയിലല്ല, ഇത് ഏറ്റവും സിലബസിനെ ഏറ്റവും ക്രിസ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്റ്റഡി നോട്ട്സുകളായിരിക്കും നിങ്ങൾക്ക് ഓരോന്നിനും ലഭിക്കാൻ പോകുന്നത്. അതേപോലെ ഏറ്റവും മികച്ച മോക്ക് എക്സാംസുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇതുകൊണ്ടെല്ലാമാണ് നമ്മൾ പറയുന്നത്, അതായത് ഈ IO എക്സാമിന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻട്രിയിലുണ്ട് എന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കണം, ക്ലാസ്സസ് മനസ്സിലാക്കിയെടുക്കണം തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഡെമോ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾക്ക് 100% കൺവീനിയൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അതായത് ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള നിങ്ങളുടെ സ്ഥാപനങ്ങൾ മാത്രമേ ചൂസ് ചെയ്യൂ. കാരണം IO എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി കുറേ എന്താ പറയുക ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ജസ്റ്റ് IOയിൽ ഒരുപാട് എല്ലാ ബ്രാഞ്ചുകാരും ഉണ്ടാവും എന്ന് കരുതി ജസ്റ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോമുകൾ ഇപ്പം നിലവിലുണ്ട്. സോ അതിലേക്കൊന്നും പോവാതെ എല്ലാം കൊണ്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് എല്ലാ ബ്രാഞ്ചിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള എൻട്രി ആപ്പ് നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും എന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്. ചോയ്സ് നിങ്ങളുടെ സെലക്ഷൻ നിങ്ങളുടേതാണ്, ഏറ്റവും മികച്ച സെലക്ഷൻ തന്നെ നിങ്ങൾ നടത്തുക. എനിവേ നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും നല്ല വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള IO. എല്ലാവരും നന്നായിട്ട് ക്രാക്ക് ചെയ്യുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.